ഹലോ, ഇതെവിടെ പോണം? ഒരു ചെറിയ പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? കല്യാണോ? കല്യാണമല്ല, ഒരുത്തനെ ഒന്ന് ഒതുക്കണം. നീ ഗുണ്ടാവേശം തുടങ്ങിയ? ഇല്ലടാ, കുറെ നാളായി ഒരു 10,000 രൂപ ഒരുത്തം മേടിച്ചിട്ട് ചോദിക്കുമ്പോ ഓരോ അവധി പറച്ചിലാണ്. ഇപ്പൊ ഈയിടെയായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷെ ആള് മൗനാണ്, മിണ്ടല്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ മാങ്ങായിലെ പാട്ടെന്നും പറഞ്ഞിട്ട് പാട്ട് കേൾപ്പിക്കണം അവൻ ഈ ഫോണിലൂടെ. റേഡിയോ കേൾപ്പിച്ചായിരുന്നു? ആണെന്നേ. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയും, വിളിക്കുമ്പോ ഫോൺ എടുക്കണ്ട, പക്ഷെ ആള് മൗനാണ്. എന്നിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന റേഡിയോ മാങ്ങയിലെ ഗാനങ്ങൾ എന്ന് പറഞ്ഞ ഈ സാധനം കേൾപ്പിക്കും. എന്നാലും ഫോൺ എടുക്കണ്ടല്ലോ. ഫോൺ എടുക്കണ്ട, റേഡിയോ മാങ്ങാനും കേൾപ്പിക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 10,000 രൂപ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സ്വഭാവമാണെന്ന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ? നീ റേഡിയോ മാങ്ങയിലേക്ക് വിളിക്കണം. എന്നിട്ട് എന്നെ എടുക്കാനാണ്? എന്നിട്ട് എന്നെ എടുക്കാനാണ്. അവിടെ വിളിച്ചിട്ട് പറയണം എനിക്കൊരു പാട്ട് വേണം. എനിക്കെന്തിനാണ് പാട്ട്? എനിക്ക് കാശ് പോരാടാ. നിനക്ക് കാശ് മതി, പക്ഷെ നിനക്ക് കൊള്ളണ്ടവനായിട്ട് കൊള്ളും. എന്ത്? അപ്പൊ അവര് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നീ പറയണം 10,000 രൂപ കടം മേടിച്ചിട്ട് ചോദിച്ചപ്പോ തിരിച്ചു തരാത്ത ഒരു പരനാറിക്ക് വേണ്ടി ഈ പാട്ടങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറയണം. റേഡിയോ മാങ്ങയിലേക്ക് വിളിച്ച് പറഞ്ഞു. റേഡിയോ മാങ്ങയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവനത് കേൾക്കുകയും ചെയ്യും, ഇവന് നാറുകയും ചെയ്യും. ആർക്കാണ് പൈസ കൊടുക്കണമെന്ന് അപ്പൊ അവന് ബോധ്യം ഉണ്ടാവും. പാട്ട് നല്ല ബോധമുള്ള പാട്ട് ഇട്ട് കൊടുക്കണം. അത് ഏത് പാട്ട് ഇടും? അവൻ മൗനമാണല്ലോ. മൗനമാണ്, എപ്പോ വിളിച്ചാലും മൗനം. അപ്പൊ മലരെ മൗനമ എന്നുള്ള പാട്ടം ഇട്ട് കൊടുക്കുന്നത്. അത് കൊള്ളാം, അവന് ചേർന്ന പാട്ടായിരിക്കും. അവനിട്ട് ഞാൻ നല്ല പണി കൊടുക്കൂടാ. അങ്ങനെയുള്ളവർക്ക് കൊടുക്കണോടാ. അപ്പൊ എടാ, ആ പാട്ടായിരുന്നു മലരെ മൗനമ. മലരെ അവന് പറ്റിയ പാട്ട്. അല്ല, ആളാരാടാ? നമ്മുടെ പിന്നെ സോമൻ ചേട്ടനില്ലേ? അയ്യോ, സോമൻ ചേട്ടനാണെങ്കിൽ വേണ്ട. സോമൻ ചേട്ടനാണോ വേണ്ട? എന്റെ പൈസ വേണ്ട എനിക്ക്. അല്ല, സോമൻചേട്ടൻ പാവാട. സോമൻചേട്ടന്റെ പാവാടയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പൈസ മതി. എടാ, അതല്ലെന്ന്, സോമൻചേട്ടൻ പാവണെന്ന്. എടാ, നിനക്ക് ഒരു ഇതും ഇല്ലടാ, എനിക്കൊരു 10,000 രൂപ കിട്ടാണ്ട് പറഞ്ഞപ്പം അത് മേടിക്കാൻ നീ തന്നെ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട്. പുള്ളി മനഃപൂർവ്വം അല്ലെന്ന് പൈസ തരാത്തത്. എനിക്കൊരു 2,000 പലിശ തരാണ്ടായിരുന്നു. ഉണ്ടല്ലോ. ഇതുപോലെ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കണം. ഞാൻ മേടിക്കാൻ വേണ്ടി പുള്ളി എടുത്ത് എന്നതാ. എന്നിട്ട് അപ്പോഴാണ് ഈ അവസ്ഥ മനസ്സിലാക്കിയത്. എന്താ അവസ്ഥ? സുഖമില്ലാണ്ടിരിക്കണെന്ന്. അത് ഒരു മാസം മുമ്പ് അത് പുള്ളി ഹോസ്പിറ്റലായിരുന്നു, അത് ഞാൻ അറിഞ്ഞു. അതല്ല, അല്ലാണ്ട് പുള്ളി ആകെ പ്രശ്നമായിട്ടിരിക്കണേ, ആകെ ദയനീയമാണ്. എന്ത് പ്രശ്നം? ഞാൻ പലിശക്ക് പോയാൽ ഞാനിപ്പോ ഗുളിക മേടിക്കാൻ വേണ്ടി പോണേ പുള്ളിക്ക് വേണ്ടിട്ട്. ഗുളിക മേടിക്കാൻ ഇപ്പൊ എന്നാ പറ്റിയ? പുള്ളി സുഖമില്ലാണ്ടിരിക്കണേ. എന്ത് കഷ്ടം. കൈയും കാലം കൊടിഞ്ഞിട്ട് ആകെ മേനായിട്ടിരിക്കണേ. കാലാവസ്ഥ മുന്നറിയിപ്പ്. ആകാശത്ത് കാർമേഘങ്ങൾ കാണുന്നതിനാൽ മഴ പെയ്യാനും കാറ്റ് വീശുന്നതിനാൽ മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയണം. ഒന്നെങ്കിൽ മഴ പെയ്യുമെന്ന് പറയണം, അല്ലെ പെയ്യൂലെന്ന് പറയണം. കൈയും കാലും കൂച്ചി കെട്ടിയിട്ടിട്ട് റേഡിയോയും വെച്ച് തന്നേക്കണേ. അല്ല, പണിക്ക് പോവാതെ വീട്ടിലിരിക്കണേ എനിക്ക് ഇതല്ലാതെ വേറെന്താണ് ആശു? ഭാര്യ പറഞ്ഞത് കേൾക്കാതെ അതിനെതിര് പറയാൻ പറ്റുമോ? എന്ത് നാടകണി കളിക്കണേന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണം. ഇടി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കുറെ നേരം ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടെങ്കിലും നനക്കട്ടെ, വെള്ളം കുടിച്ച് മരിക്കട്ടെ. ആൾക്കാർ കണ്ട കോപ്രായം കളിയാണ്. റോബോട്ട് ഇരിക്കണ പോലെ കൊണ്ടുവന്നിരുത്തിയേക്കണേ. ഒരു 5 മിനിറ്റ് വൈകി ഉടനെ തുടങ്ങും കുണൂണൂണാന്ന്. ദാഹിച്ചാ പിന്നെ വെള്ളം കുടിക്കണ്ടേ? നീ ഇവിടെ വാ, പുറത്തു വാ. എന്താണ്? നീയെങ്കിലും കുടിക്കും. കൈയും കാലും ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എനിക്ക് ചായ തന്നു കഴിഞ്ഞാൽ കയ്യിലേക്ക് എത്തുവാ. അയ്യോ, ഞാൻ മറന്നുപോയി. എന്തിനാണ് ഈ പറഞ്ഞേക്കണേ? ഞാൻ പറഞ്ഞല്ലേ, ഭക്ഷണം കഴിക്കണ നേരത്തോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോണ നേരത്തിലെങ്കിലും ഇതും കഴിച്ചു കളഞ്ഞോളെ. ആർക്കാണിക്കാനുണ്ട്? ആ നേരത്തെ ആരെങ്കിലും വന്നാ എന്ത് ചെയ്യും? ഈ നാടായ നാട് മുഴുവൻ കടവും മേടിച്ചു വെച്ചിട്ട് ഇക്കണ്ട ആൾക്കാർ മുഴുവനും ഫോണിൽ വിളിച്ചു വെച്ചിരിക്കേ. ഏത് നേരത്തെ എല്ലാരും കൂടെ കയറി വരണേന്ന് അറിയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പതിയുടെ പുറത്തെങ്കിലും ആൾക്കാർക്ക് കാശ് ചോദിക്കാണ്ട് തിരിച്ചു പൊക്കോളൂ. കഴിഞ്ഞ വർഷം എന്തെന്നാ കാണിച്ചത്? ബാങ്കില് ജപ്തി നോട്ടീസ് വന്നപ്പോ നമ്മൾ എന്താ ചെയ്തത്? ആയുർവേദ ആശുപത്രി പോയി കിടന്നായിരുന്നാ പിഴിച്ചിലും പിഴിച്ചിലുമായിട്ട്. പിന്നെ അവസാനം സഖിയായിട്ട് അവരുടെ പിഴിച്ചിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു 3 മാസം അവധി കിട്ടിയ ബാങ്കിൽ നിന്ന്. അതുപോലെ ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൊക്കത്തൊന്നും അല്ല വീണതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരു 5-6 മാസത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, കടക്കാരുടെ പേടിക്കാണ്ട്. ആരാണ്? ആര് വിളിച്ചാലും ഞാൻ എടുക്കാറില്ല. എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയണം. ഒരു പാട്ടാങ്ങാടി കേൾപ്പിച്ചു കൊടുക്കും. അതിലും ഭേദം ആൾക്കാർ വന്നിട്ട് ഈ കോലത്തിൽ കാണുമ്പോ അവരുടെ മനസ്സലിഞ്ഞിട്ട് കാശ് ചോദിക്കാണ്ട് പൊക്കോളൂ. സതീശന്റെ ഒച്ചയല്ലേ? അപ്പുറത്തെങ്ങാനും ഇരിപ്പുണ്ട. പിന്നെ ഞാൻ വന്നതേ, ഇതന്നെ ഈ കൊലക്കാത്ത 2 വാഴ ഇടയ്ക്കൊണ്ട് ഒരു നോക്കൂത്തി വെച്ചേക്കണം.
അയ്യോ അത് നോക്കൂത്തിയല്ല, സോമൻ ചേട്ടനാണ്. സോമൻ ചേട്ടനാണോ? ആ മുള്ളാൻ പോയി നിക്കണ. ആ ഇതെന്നാ പറ്റിയത്? ആഹാ അപ്പൊ സതീശനൊന്നും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷെ ഇത് ഇപ്പൊ ഇത്രക്ക് സീരിയസ് ആയിരുന്നു ഇത്. അത് കൊള്ളാം. എന്ത് പറയാനാണ് സതീശ, തേങ്ങ ഇടാൻ വേണ്ടി മാവേ കയറിയതാണ്. തേങ്ങ ഇടാൻ വേണ്ടി മാവേ കയറിയ എന്നെ സതീശ, ആ മാവേ കയറിട്ടുണ്ട്, കൈ എത്തണ പാട്ടിലാ തേങ്ങ നിക്കണത്. അതിനു വേണ്ടിട്ട് മാവേ കയറിയതാ. കഷ്ടകാലം പിടിക്കാനായിട്ട് ഒരു ഫോൺ കോള് വന്നു. ആ ഫോൺ എടുക്കാൻ വേണ്ടി കൈയെടുത്തതാ. കൈയെത്തിയെടുത്ത് മനസ്സെത്തിയില്ല, മനസ്സെത്തിയെടുത്ത് മെയ്യെത്തിയില്ല, ആള് നേരെ താഴത്തെത്തി. പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടകാലാണ്. അത് തന്നെ ഞാനും പറഞ്ഞു, എത്ര കാലായി തുടങ്ങിയിട്ട് കഷ്ടകാലം. നിങ്ങളുടെ കഷ്ടകാലം അല്ല, പിന്നെ കാശ് തന്ന എന്റെ കഷ്ടകാലം. അതിന് എന്ന് കിട്ടാനാണ്? ഞങ്ങള് മേടിച്ചാ കൊടുക്കാതെ ഒന്നും ഇരിക്കൂല, ഇങ്ങനെ ഒരു അവസ്ഥയായി പോയത് കൊണ്ടല്ലേ. നമസ്കാരം പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ കൈ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വിവരങ്ങൾ അറിഞ്ഞ്, പക്ഷെ ഇത്ര ഡേഞ്ചറാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ പൊന്നെ ഒന്നും പറയണ്ട, വീണപ്പോ അത് ഇങ്ങനെയാണ് വീണത്. പോലെ ഇരുന്നേച്ചത്. വൈദ്യരാണ് ഇപ്പൊ നേരെ പിടിച്ച് കെട്ടിയത്. ഇപ്പൊ എമ്മു പോലെ ഇരിക്കണം. 6 കൊല്ലത്തെ കനങ്ങരുതെന്ന വൈദ്യര് പറഞ്ഞേക്കണം. 4-8 ഒടിവാ. കൃത്യമായിട്ട് 8 ഒടിവല്ലേ? ഭയങ്കര ഇതാണ്. ഞാനേതായാലും ഇപ്പൊ നമ്മളിപ്പം ഉപേക്ഷിക്കാം. അയ്യോ ഞാൻ ഉപേക്ഷിക്കത്തില്ല ചേട്ടനെ. നിങ്ങൾ ഉപേക്ഷിക്കാനല്ല, ഞാൻ എന്റെ പൈസ ഉപേക്ഷിക്കാല്ലേ. ചേട്ടനാണോ ആരാണെന്നൊക്കെ പറയാൻ പറ്റൂല. അങ്ങനെ വല്ല നല്ല കാര്യം ആലോചിക്കും, അതായിരിക്കും നല്ലത്. ഇലയൊക്കെ മുളച്ചല്ല, പച്ചില മരുന്ന് വെച്ച് വൈദ്യര് കെട്ടിയതാണ്. ഓ അത് ശരി, മരുന്ന് വെച്ച് കിട്ടിയേക്കണം അല്ലേ? ആഹാരമൊക്കെ കഴിക്കോ? ഇവിടെ വരുത്തരും, ഞാൻ കഴിക്കും. അല്ലേ തന്നെ ഇപ്പൊ ആഹാരം എങ്ങനെ വെക്കാനാണ്? ആഹാരം കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ വെച്ചിരുന്ന വിറകെടുത്ത് 2 കൈയൊക്കെ കെട്ടി വെച്ച്, ഇനിയിപ്പൊ അടുപ്പ് കത്തിക്കണമെങ്കിൽ ഈ 2 കൈയും കൂടെ വെട്ടി അടുപ്പി വെക്കണ്ടേ? അല്ല ഞാൻ വെട്ടൂല, പറഞ്ഞതാ ഓരോളം. കുറച്ച് ദിവസം കഴിയുമ്പോ വിറകേതാ കൈ ഏതാന്ന് തിരിച്ചറിയാത്ത പരിവായി പോകും. വിറവലുണ്ട്, വിറവല് മാറിയിട്ടില്ല. ആ വീടിന്റെ ഷോക്ക് ഇപ്പോഴും എനിക്ക് കിട്ടില്ല. കുറച്ചുകൂടി ഉയരത്തിലായിരുന്നെങ്കിൽ തീർന്നു പോയത്. ഞാനാണ് അപ്പാട് പെട്ടുപോയ പോലെ. ഒരു ലോണിന് അപേക്ഷ വെച്ചിട്ട് അത് ബാങ്കിൽ നിന്ന് എല്ലാം സാക്ഷനായി. അല്ല കിട്ടും, കിട്ടണമെങ്കിൽ തന്നൊന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ചേട്ടനെ കൊണ്ടുവന്ന ഒരു ഒപ്പ് പിടിപ്പിച്ച് ജാമ്യക്കാരനെ വേണമല്ലോ. അപ്പൊ അതിനത് വേണ്ടെന്ന് വെച്ചില്ല. ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാന്നിട്ട് ഞാനിപ്പം നമ്മുടെ നാട്ടിലോ പഞ്ചായത്ത് മെമ്പറൊക്കെ കണ്ടിട്ടേ ഒരു ധനസഹായോ ചികിത്സാ സഹായോ ഒക്കെ ആയിട്ട് കുറച്ച് പൈസ ഒപ്പിക്കാം. അങ്ങനെ കിട്ടിയ വലിയ ഉപകാരമായി. അല്ല അപ്പം ആദ്യം തന്നെ എന്റെ പൈസ എങ്കിൽ തന്നേക്കണം. അതുവരെ ഉറപ്പായിട്ടും തന്നിരിക്കും. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ എന്നാ പിന്നെ ഇറങ്ങാൻ പോയി. സോമൻ ചേട്ടാ, ഇത്രയും മാരകമായിരിക്കുന്ന ഈ പുള്ളി ഇല്ലേ, ഈ പുള്ളി എങ്ങനെ ഷർട്ട് ഇടണത്? അയ്യോ ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ. ദേ ഇത് കണ്ട ഷർട്ട് 2ആയിട്ട് കീറിയിരിക്കേ, എന്നിട്ട് അവിടെ നിന്ന് ഒരു സൈഡ് ഇങ്ങോട്ട് വിടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് ദേ ഇവിടെ 2 പിന്നൂത്തി അടയ്ക്കും. അല്ല ഇത് നമ്മൾ ഈ പച്ചക്കറി കടയിലൊക്കെ ഈ കൊല ഒഴിപ്പിക്കാൻ ചാക്കിൽ കയറ്റണ പോലെ അല്ലേ? ഏകദേശം അതുപോലെ. എന്നാ ശരി, എന്നാ നടക്കട്ടെ. ശരി, ഓക്കെ. അനക്ക് പോണവരെ കണ്ട, ഇതാണ് എന്റെ ബുദ്ധി. അത് കാരണം ഇപ്പൊ ഒരാള് രക്ഷപ്പെട്ടു പോയാ. ഓരോരോ മറിമായങ്ങളെ. ഒരു ഗ്ലാസ് ചായ എടുത്തേ. റേഡിയോവും വേണം, മൊബൈലും വേണം. ആരെങ്കിലും വന്നാൽ കാണുകയും ചെയ്യാം, ആരെങ്കിലും വിളിച്ചാൽ ഒരു പാട്ടും കേൾപ്പിക്കാം. ചുമ വിട്ടു മാറിയിട്ടില്ലല്ലേ? ചുമ മാറല്ല. മെഡിക്കൽ ഷോപ്പ് ഒരു 10 മെഡിക്കൽ ഷോപ്പിലെങ്കിലും കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അയ്യോ അവിടെയൊന്നും പോകണ്ട, ആ ഡോക്ടറിന്റെ വീട് പരിസരത്ത് കാണുന്ന ആ മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടുള്ളൂ. ഒരു സ്ഥലത്തും ഇല്ല. ഈ മരുന്ന് അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചത് ഡസ്റ്റർ ഡോക്ടറുടെ പേര് അതിന്റെ അടിയിൽ കാണുന്നതാണ്. ഇത് തന്നെ മരുന്ന് ഒരു സ്ഥലത്തും ഇല്ല ഇതിന്. ആണോ? എന്ത് ചെയ്യും ഇപ്പൊ? അത് ഒരെണ്ണത്തിന് 2000 രൂപയാണ് അവരെടുത്തു വെക്കൂല. എത്ര? 2000. എന്നിട്ടാണ് എല്ലാം പറഞ്ഞു വിട്ടത് മരിച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട്. എടാ ഒരെണ്ണമെങ്കിലും കഴിച്ച് ഇതൊന്ന് കൂടട്ടെ എന്ന് കരുതിയിട്ട. സാധാരണ മരുന്ന് കഴിക്കണത് കുറയാനല്ലേ, പിന്നെ കൂടാനാണോ? അസുഖമല്ല, എല്ലൊന്ന് കൂടട്ടെ. എല്ല് കൂടാനല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ? ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായേ. എന്താ? കറണ്ട് ബില്ല് വന്നിട്ടെന്നും പറഞ്ഞു. എത്ര? 3600 രൂപ. ഇത് തന്നെ എനിക്ക് സംഭവിച്ചു. ഞെട്ടിയില്ലേ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 1200 അടച്ചാണ് ഞാൻ. എന്നിട്ട് 3000. അതല്ലേ ഇപ്പൊ കറണ്ടിന്റെ കാശ് അങ്ങോട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്. 3500 രൂപ കറണ്ട് ബില്ല് വന്നേക്കണം. അതിശയിക്കാനൊന്നുമില്ല. എന്തിനാണ് വില ഇല്ലാത്തത്? കറണ്ടിന്, വെളിച്ചെണ്ണയ്ക്ക്, തേങ്ങയ്ക്ക്, പെട്രോളിന് എല്ലാത്തിന്റെ വില ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണേ. കേറിയാ പിന്നെ ഇറങ്ങൂല. ആകെ കേറിയ ഇറങ്ങണത് തെങ്ങേറ്റ് തൊഴിലാളി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പിന്നെ വീട്ടിൽ പോകണമല്ലോ, ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. കൊപ്ര ഉണക്കിയിട്ട് അത് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണക്ക് സ്വർണ്ണത്തിനേക്കാൾ ഡിമാൻഡാണ് ഇപ്പൊ.
ദാശാണിയമ്മ 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വന്ന വഴി 2 ആമ്പിള്ളേര് ബൈക്കേ വന്നിട്ട് അത് തട്ടിക്കൊണ്ടുപോയി. അന്നാ അവരുടെ കഴുത്തെ മാല ഉണ്ടായിരുന്നു, അത് വേണ്ട. അത്രക്ക് വിലയാണ് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക്. എന്ത് ചെയ്യുന്നാണ് ഞാനത് കാരണം പേടിച്ചിട്ട് ഇവളോട് കടയിൽ പോകുമ്പോ പറയും 100 ഗ്രാമിൽ കൂടുതൽ മേടിക്കല്ലേ, തട്ട് കിട്ടിയ 4 തേങ്ങയിട്ട് വരല്ലേ, 2 തേങ്ങയും പറിച്ചെടുത്തോണ്ട് പോയിട്ട് ഒറ്റ തേങ്ങക്ക് തലക്കടിക്കും. എന്നാൽ ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടണം എന്താന്ന്? നിനക്കപ്പൊ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാ? അമ്മ ഉണ്ടല്ലോ. അമ്മ ഉണ്ടാന്നല്ലേ ചോദിച്ചത്, വാഷിംഗ് മെഷീൻ ഉണ്ടാന്ന്. അലക്കണ കാര്യമല്ലോ ഉദ്ദേശിച്ചത്. അത് അമ്മയാണ് അലക്കണത്, കാരണം വാഷിംഗ് മെഷീൻ മേടിക്കാറില്ല. പാവം വെള്ളടി ഉണ്ടാവും അല്ലേ? ഞാൻ എത്ര നാളെ വെള്ളമടി നിർത്തിയിട്ട്. നീ വെള്ളടിക്കണ കാര്യമല്ല പറഞ്ഞത്, മോട്ടോർ കൊണ്ട് വെള്ളടി ഉണ്ടാവും. ഇല്ലെന്ന്, കിണറ്റിന്നല്ലേ കുടിക്കണതും എല്ലാം. പിന്നെ കൂടുതൽ വന്നത് അയണാണ്. തേപ്പുണ്ടാ? തേപ്പ് അനിയത്തിയുണ്ട്, അവള് 2 പേരെ തേച്ചിട്ട് വീട്ടിൽ വന്നിരിപ്പുണ്ട്. ആ തേപ്പല്ല, തേപ്പൊട്ടിയല്ലേ? തേപ്പൊട്ടി ഉണ്ടാന്ന് ഇല്ല. ടി വി കൂടുതൽ വെക്കാറുണ്ടാ? ടി വി ഉണ്ടായിരുന്നല്ലോ, അമ്മ മരിച്ചത്. ചുമച്ചല്ലേ അമ്മ മരിച്ചത്. ഓ, എന്റെ കൈ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഞാൻ പാങ്ങി ഇതിന്റെ ഇടയിൽ ഇട്ടെന്നെ നിന്നെ. ടി വി ടെലിവിഷൻ ഉണ്ട്, അത് ഞാൻ വല്ലപ്പോഴും വെച്ച അതിനൊന്നും അധികം കറണ്ട് ഒന്നും വരൂലെന്നേ. ഇനി മൊബൈൽ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചാർജ് ചെയ്യോ? ചാർജ് ആകെ ഒരു മൊബൈല്, അത് എന്ത് ചാർജ് വരാനാണ്? പിന്നെ സ്വന്തം എന്ന് പറയാനായിട്ട് ആകെ ഒരു ബൈക്ക് ഉണ്ട്, അത് കഴിഞ്ഞ മാസം മേടിച്ചതുകൊണ്ട്. ഇപ്പൊ ഡീസലിനും പെട്രോളിനും എന്താ ഡിമാൻഡ്. ഒപ്പത്തിനൊപ്പം മത്സരിക്കണല്ലേ, അതെ, രാവും പകലും പോലെ. അത് അടിച്ചു തന്നെ കാശ് പോകുമല്ലോ. എന്താ? അതെ, ഇല്ല, അത് ഇലക്ട്രിക് അല്ലേ, കറണ്ട് കുത്തിയാൽ മതിയല്ല. അതെന്നെടുത്ത്? കഴിഞ്ഞ മാസം. വെറുതെ അല്ല നിനക്ക് 3500 രൂപ വന്നേക്കണത്. എടാ, അതൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു സാമഗ്രി ഇല്ലെങ്കിൽ ഇത് കുത്തി കഴിഞ്ഞാൽ സാധനം ചാർജ് ചെയ്യൂലേ? ഓ, അതിന്ന് കറണ്ട് കാശ് ഞാൻ പ്ലഗിനകത്താണ് ഇട്ട് കുത്തണത്. എടാ, കൂടൂല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു കാറെങ്ങനെ എടുക്കുന്നു. കാറ് സൈക്കിളായിരുന്നു നല്ലത്, കാറ്റടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ നിന്റെ കാറ്റ് പോകുമല്ലോ. ഞാൻ കുടിച്ചാണ്. അല്ലടാ, കേട്ടിക്കോ. ഇപ്പൊ വേണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നു. ആരാണ്? ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. ആണോ? പെൻഷൻ കൊടുക്കാൻ വന്നു. ആവശ്യത്തിന് ടെൻഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ? ഈടോ ടെൻഷൻ അല്ലോടോ, ചേട്ടന്റെ പെൻഷൻ കൊടുക്കാൻ വന്നു ഈ മാസം. ആണാ? നല്ല കാര്യം. ഇപ്പൊ വേണ്ട, ഈ മാസത്തെയും കൂടി കൂട്ടി അടുത്ത മാസം വന്ന് ഞാൻ ഇപ്പൊ മേടിച്ചോളാം. വേണ്ടെന്നാ? അല്ല, ഇപ്പൊ കൈക്ക് സുഖമില്ലല്ലോ, ഒപ്പിടണ്ടേ ഇത്. പൈസക്ക് ആവശ്യമുള്ള സമയമല്ലേ എന്റെ പൊന്നു ചേട്ടാ, പൈസ കൊടുക്കാൻ അങ്ങോട്ട്. അയ്യോ, കണ്ണിനും തോറ്റി. കണ്ണിന് ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ വൈഫ് അങ്ങോട്ട് വരും. വൈഫ് വരുമ്പോ വൈഫിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. വൈഫിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല, ചേട്ടൻ തന്നെ വരണ്ടേ? പിന്നെ ഇപ്പൊ വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒപ്പിടാൻ ഈ കൈ പൊങ്ങൂല. എന്റെ പൊന്നു ചേട്ടാ, മഹാലക്ഷ്മി വരുമ്പോ വെറുതെ പുറംകാലിന് തട്ടിക്കളയല്ലേ, പൈസ മേടിക്കേ. അല്ല, ഒപ്പിടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അവള് വന്ന് ഒപ്പിട്ട് അത് മേടിച്ചോളൂ. ഒപ്പിടാനുള്ള ഒറ്റ പ്രശ്നമുള്ളൂ, അത് ഞാൻ സഹായിക്കാം. ഞാൻ ഇവിടെ പുലിപോലെ നിൽക്കുമ്പോ ചേട്ടൻ ഒപ്പിടാൻ പറ്റാ മതിയായിരുന്നു. അല്ല, അത് സാരല്ല, നിന്റെ അത്യാവശ്യം ഉള്ളപ്പോഴല്ലേ തരേണ്ടത്. ചേട്ടൻ പേര് പിടിക്കും, ചേട്ടൻ പേര് പിടിക്കും. സഹായിച്ചോളൂ. ഞാൻ പിന്നെ ഇപ്പൊ സഹായിച്ചെന്ന് വെച്ചാൽ മതി. അതെ, ഷൂ ആണോ സൂ ആണോ എന്താ ഞാൻ പറയും, പറയരുത്. വിട്ടോ. എന്താ സംഭവം? എന്താണ് ഷൂ? ഇത്രയല്ലേ ഉള്ളു കാര്യം. ഇതിനാണ് വെറുതെ പിന്നെ മതി, അടുത്ത പ്രാവശ്യം മതി. ചേട്ടന്റെ 1600 രൂപ കറക്റ്റ് കൊണ്ട് അങ്ങോട്ട് പിടിച്ചു. ഐശ്വര്യോട്ട് കഴിയട്ടെ. സമയത്തിന് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ എത്തിക്കണം. സന്തോഷമില്ലേ? പോയിക്കോട്ടെ. വളരെ സന്തോഷമായി. ഓക്കെ, ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നാ. എന്താണ് ബുദ്ധിമുട്ട് വല്ലതും? ഇത് ഞാനേ ഒന്ന് കിടക്കാന്ന് കരുതിയ. കിടക്കണോ? ഇവിടെ ഇവിടെ അല്ല, അകത്തെ. സഹായിക്കണോ? സഹായിക്കണോ? ഇതൊന്ന് പോക്കറ്റിൽ വെച്ച 1600. 1600 കിട്ടുള്ളൂ. ബാക്കി 400 എപ്പ തരും? 2000 രൂപ വലിച്ച തന്നെ ഉണ്ടല്ലോ. അല്ല, അത് എന്റെ പോക്കറ്റിൽ പോയി. പോക്കറ്റിൽ ഗുളിക മേടിക്കാം. ഗുളിക മേടിക്കാം. ഇതിപ്പോ ഞാൻ ബാക്കി 400 അടുത്ത പ്രാവശ്യം ഇയാൾ വരുമ്പോ ഞാൻ വരാം കേട്ടാ. ഓക്കെ. പൈസയും കൊണ്ടൊരു മഹാലക്ഷ്മി വീട്ടിൽ വന്നപ്പോ വീട്ടിലെ വടയക്ഷി അടുക്കളയിൽ പോയിരിക്കണം. വരെയും ചെയ്തു, പോവുകയും ചെയ്തു. ഏയ്, ഇതുപോലത്തെ ഐഡിയ ഉണ്ടെങ്കിൽ ഇനിയും പറ. സൂപ്പർ.